السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد. സമാദരണീയരായ വിജ്ഞാനദാഹികളെ, സയ്യിദന്മാരെ, പണ്ഡിതന്മാരെ, സഹോദരി സഹോദരന്മാരെ, അതുക്കിയ ദർസിന്റെ 23ാമത്തെ പദ്യത്തിലാണ് നാം ഇപ്പോൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ 2 ബൈത്തുകൾ ഒന്നിച്ച് ചർച്ചക്കെടുത്തിരുന്നു. ഇതെല്ലാം എഴുതിയവരുടെ വിജ്ഞാനത്തിന്റെ പരപ്പ് കൊണ്ടുതന്നെ വിശദീകരണങ്ങൾ പൂർത്തിയാക്കാൻ കഴിയാത്ത വിധം വിശാലമാണ്. ഇതിന്റെ പദാനുപത അർത്ഥങ്ങളിലൂടെയുള്ള ഒരു ഓട്ടപ്രദക്ഷിണം എന്നൊക്കെ നമ്മുടെ ഈ ക്ലാസിനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഏതായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഈ ഒരു മഹത് സംരംഭം നമ്മിൽ നിന്ന് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് പ്രപഞ്ചത്യാഗം, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക എന്നതിന്റെ ഭാഗങ്ങളാണ്. അതും വളരെ വിശാലമായ ഒരു ലോകമാണ്. മുഴു ചർച്ചയിലേക്കൊന്നും നമുക്ക് കടക്കാൻ കഴിയില്ല. മഹാനവർ പറയാം, വഖ്നഅ ബിതർക്കിൽ മുസ്തഹാ വൽ ഫാഖിരി മിൻ മത്അമിൻ വമലാബിസിൻ വമനാസിലാ. വഖ്നഅ, നീ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക. ബിതർക്കിൽ മുസ്തഹാ, ശരീരത്തിന്റെ ഇച്ഛകളെ ഉപേക്ഷിക്കൽ കൊണ്ട്. വൽ ഫാഹിരി, ഫഹ്ർ നടിക്കുന്ന കാര്യങ്ങൾ, പൊങ്ങച്ചമുണ്ടാകാൻ സാധ്യതയുള്ള കാര്യങ്ങളെയും നീ ഉപേക്ഷിക്കുക. അത് ഉപേക്ഷിക്കൽ കൊണ്ട് നീ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക. എന്തിനാൽ? മിൻ മത്അമിൻ, ഭക്ഷണങ്ങളിൽ നിന്ന് ഫഹ്ർ നടിക്കാൻ സാധ്യതയുള്ള ഭക്ഷണങ്ങളെ ഉപേക്ഷിക്കൽ കൊണ്ട്. ഒമലാബിസിൻ, പൊങ്ങച്ചത്തിന് കാരണമാകുന്ന വസ്ത്രങ്ങൾ ഉപേക്ഷിക്കൽ കൊണ്ട്. ഒമനാസിലൻ, അതുപോലെ തന്നെ നിന്റെ മൻസിൽ, വീടുകൾ, താമസ സ്ഥലങ്ങൾ, ഇതിൽ നിന്നൊക്കെ ഫഹ്ർ നടിക്കാൻ, അഹങ്കരിക്കാൻ സാധ്യതയുള്ള മുഴുവൻ വസ്തുക്കളെയും നീ ഒഴിവാക്കണം എന്നാണ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക എന്ന് മഹാനവറുകൾ പറയുന്നിടത്ത് തന്നെ ഇല്ലാതിരിക്കുക, ഒരാൾ ഒരു വലിയാകണമെങ്കിൽ ഒന്നും ഉണ്ടാവരുത് എന്നതിൽ അർത്ഥമില്ല. പാവപ്പെട്ട ആൾക്കേ വലിയാകാൻ പറ്റൂ എന്നോ പണക്കാരന് വലിയാവാൻ പറ്റില്ല എന്നോ ഇതിൽ അർത്ഥമാക്കേണ്ടതില്ല, അല്ലെങ്കിൽ അർത്ഥമാക്കുന്നതിൽ അർത്ഥമില്ല. കാരണം എത്രയോ ഔലിയാക്കന്മാർ, ഗൗസുൽ ആദം മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, മുമ്പ് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ലോകം മുഴുവനും അടക്കി ഭരിച്ച ഭരണാധികാരിയാണ് നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം. മനുഷ്യരെ മാത്രമല്ല, ജിന്നുവർഗത്തെയും മാത്രമല്ല, മൃഗങ്ങളെയും, അതുമാത്രമല്ല കാറ്റിനെയും അടക്കം നിയന്ത്രിച്ച് ഭരണം നടത്തിയ മഹാനാണ് സുലൈമാൻ നബി അലൈഹിസ്സലാം. ഇതിൽ സുലൈമാൻ നബി അലൈഹിസ്സലാമിന് വല്ല കുറവും വന്നിരുന്നു. പണക്കാരനായ ഗൗസുൽ ആദം മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു വല്ല കുറവും വന്നിരുന്നു. പണക്കാരനായ ഗൗസുൽ ആദം മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന് വല്ല കുറവും വന്നിരുന്നു. പണക്കാരനായ ഗൗസുൽ ആദം മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന് വല്ല കുറവും വന്നിരുന്നു. പണക്കാരനായ ഗൗസുൽ ആദം മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന് വല്ല കുറവും വന്നിരുന്നു.
പിന്നെ എന്താണ് വഖ്ന എന്ന് പറഞ്ഞാൽ എത്രയാണോ നിനക്ക് കിട്ടിയത്, അത് കോടികളാണ് കിട്ടിയതെങ്കിൽ അതുകൊണ്ട് നീ തൃപ്തിപ്പെടണം. അതിനപ്പുറത്തേക്കുള്ള ആഗ്രഹങ്ങൾ നിന്റെ മനസ്സിലുണ്ടാവരുത്. അതോടൊപ്പം ഈ സമ്പത്തിനോടുള്ള അമിതമായ താല്പര്യവും നിന്റെ ജീവിതത്തിൽ ഉണ്ടാവരുത്. രണ്ടും പ്രധാനപ്പെട്ടതാണ്. ഉള്ള സമ്പത്തിനോടുള്ള അമിതമായ താല്പര്യം അതും ഒരിക്കലും ഒരു മുഅ്മിനായ മനുഷ്യന് ഭൂഷണമല്ല. അത് തന്നെയാണ് ഖുർആൻ ഓർമ്മപ്പെടുത്തി, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ലാഹ് വമൻ യഫ്അൽ ദാലിക ഫഉലൈക ഹുമുൽ ഖാസിറൂൻ. അവിടെയൊന്നും സമ്പത്ത് വേണ്ട എന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾ ആ സമ്പത്തു കാരണം അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ദിക്റുകളെ നിങ്ങൾ മറന്നുപോകരുത്. സമ്പത്താവാം. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. ഇവിടെയും ദുനിയാവിലുള്ള നിഅമത്തുകളൊക്കെ വേണം എന്ന് അള്ളാഹുവിനോട് താല്പര്യപ്പെടാൻ, പ്രാർത്ഥിക്കാൻ, അള്ളാഹുവിനോട് ആവശ്യപ്പെടാനുള്ള നിർദ്ദേശമാണ് വിശുദ്ധ ഖുർആൻ നൽകുന്നത്. അപ്പൊ സമ്പത്തുണ്ടാകരുത് എന്ന് ഒരിക്കലും ഇസ്ലാം നിഷ്കർഷിക്കുന്നില്ല, നിർബന്ധം പിടിക്കുന്നില്ല. സമ്പത്താവാം. പക്ഷെ ആ സമ്പത്ത് ഒരിക്കലും നമ്മുടെ ആത്മീയമായ വളർച്ചയ്ക്ക് തടസ്സമാകുന്ന രൂപത്തിലാവാൻ പാടില്ല എന്നതാണ് ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്. അപ്പോ മഹാനവറുകൾ ഇവിടെ പറഞ്ഞു, ഭക്ഷണത്തിൽ നിന്ന്, വസ്ത്രത്തിൽ നിന്ന്, താമസ സൗകര്യത്തിൽ നിന്ന്, ഇവകളിൽ നിന്നൊക്കെ നിനക്ക് അഹങ്കാരമുണ്ടാകുന്ന ഫഖർ നിനക്ക് വർദ്ധിപ്പിക്കുന്ന രൂപത്തിലുള്ള നിന്റെ ശരീരത്തിന്റെ ആഗ്രഹങ്ങളെയും ഫഖർ നടിക്കുന്ന ഈ വസ്തുക്കളെയും ഒക്കെ നീ ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് ഒന്നും മനസ്സിലാക്കേണ്ട എന്താ, ഒന്നും ഈ വസ്തുക്കളൊന്നും വേണ്ട എന്നാൽ അതിൽ നിന്ന് നീ ഫഖർ നടിക്കരുത്. കാരണം ഒന്നും എന്റേതല്ല എന്നൊരു ചിന്ത എന്റെ മനസ്സിലേക്ക് വന്നാൽ, എന്റെ ഭക്ഷണം, ഞാൻ കഴിക്കുന്നത് എത്ര സുഭിക്ഷമായ ഭക്ഷണമാണെങ്കിലും സ്വാദിഷ്ടമായ ഭക്ഷണമാണെങ്കിലും ഈ ഭക്ഷണത്തിൽ എനിക്കൊരു അധികാരവും ഇല്ല എന്നൊരാൾ ചിന്തിച്ചാൽ പിന്നെ ആൾക്ക് എങ്ങനെയാണ് അതിന്റെ പേരിൽ അഹങ്കരിക്കാൻ, അതിന്റെ പേരിൽ ഞാൻ വലിയവനാണ് എന്നൊരു ഫഖർ തോന്നിപ്പോകുന്ന സാഹചര്യം എവിടെയുള്ളത്? ഈ ഭക്ഷണം എനിക്ക് തന്ന റബ്ബ്, ഇത് ഞാൻ കഴിച്ചാൽ എന്റെ ശരീരത്തിൽ ദഹിപ്പിക്കുന്ന, എനിക്ക് ആവശ്യമായ രൂപത്തിലൊക്കെ അത് പരിവർത്തനപ്പെടുത്തുന്ന ഞാനല്ല, അള്ളാഹുവാണ്, അല്ലെങ്കിൽ മറ്റൊരു ശക്തിയാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരാൾക്ക് പിന്നെ ഫഖർ ധരിക്കാൻ സാധ്യതയില്ല. വസ്ത്രം ധരിക്കുന്ന ഞാൻ, ആ വസ്ത്രം എന്റേതല്ല എന്ന് ഞാൻ ചിന്തിക്കുകയാണെങ്കിൽ പിന്നെ എനിക്ക് എങ്ങനെ അഹങ്കരിക്കാൻ കഴിയുന്നത്? ഞാൻ താമസിക്കുന്ന വീട് ഉണ്ടാക്കിയത് എന്റെ സമ്പത്ത് ചെലവഴിച്ചിട്ടാവാം, പക്ഷെ സമ്പത്ത് ഉണ്ടാക്കാൻ എനിക്ക് ആരോഗ്യം തന്നവൻ ആരാ? അതുപോലെ ഈ ആരോഗ്യം ക്ഷയിച്ചു പോയാൽ എന്റെ വീടിനെന്ത് അർത്ഥമാണുള്ളത്? ഞാൻ മരിച്ചുപോയാൽ എന്റെ വീടിന്, വസ്ത്രത്തിന്, അതുപോലെ തന്നെ എന്റെ ഭക്ഷണങ്ങൾക്ക് പിന്നെ എന്ത് വാല്യൂ ആണുള്ളത്? ഇത് ചിന്തിക്കുന്ന ഒരാള് പിന്നെ അയാൾക്ക് ഫഖർ നടിക്കേണ്ട, അഹങ്കരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകൂല. അപ്പൊ അങ്ങനെയുള്ള ഭക്ഷണങ്ങളും വസ്ത്രങ്ങളും താമസ സൗകര്യങ്ങളും നിന്റെ ജീവിതത്തിൽ കൊണ്ടുവരരുത്. അപ്പൊ ഇതൊന്നും ഇല്ലെങ്കിലോ, അങ്ങനെ ഒന്നും ഫഖർ നടിക്കുന്ന ഒരു സാഹചര്യവും അവന്റെ മനസ്സിലില്ല. കാരണം അവന്റെ മനസ്സിനെ അവൻ അത്രയും പാകപ്പെടുത്തിയിട്ടുണ്ട്. എന്നാ പിന്നെ ഒരു പ്രശ്നവുമില്ല. അവന് ഭക്ഷണം കഴിക്കാം, വസ്ത്രം ധരിക്കാം. ഇതിന് ബഹുമാനപ്പെട്ട ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം ഞാൻ മുമ്പ് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് ഞാൻ ഓർക്കുന്നത്. അപ്പൊ ആവർത്തന വിരസത വരുമെന്ന് ഭയപ്പെട്ടുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഇവിടെയുള്ള സൗകര്യങ്ങളെ ഉപയോഗപ്പെടുത്തുന്നതിൽ ഒരു പ്രശ്നവുമില്ല. പക്ഷെ ആ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്നിടത്ത് ഇത് എനിക്ക് അഹങ്കരിക്കാനുള്ള ഒരു സാഹചര്യമായി മാറാൻ പാടില്ല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹദീസിൽ കാണാം, നാളെ ഒരു വിഭാഗം ആളുകൾ സ്വർഗത്തിലേക്ക് കടന്നുപോകുന്ന കാഴ്ച മലക്കുകൾ ഇങ്ങനെ കാണും. ഒരു വിഭാഗം ആളുകൾ സ്വർഗത്തിലേക്ക് തന്നെ കടന്നു പോകുന്ന കാഴ്ച മലക്കുകൾ കാണും. അപ്പൊ മലക്കുകള് അത്ഭുതത്തോടു കൂടി ചോദിക്കും അത്രേ, അല്ല നിങ്ങൾ ഹിസാബ് കണ്ടില്ലേ? ഹിസാബ് എന്ന് പറഞ്ഞാൽ വിചാരണ. നിങ്ങൾ വിചാരണ കൗണ്ടർ കടന്നല്ലേ പോകുന്നത്?
അവര് പറഞ്ഞില്ല, ഞങ്ങൾ വിചാരണ കൊണ്ടൊന്നും കണ്ടിട്ടില്ല, അതാ ഞങ്ങൾക്ക് അതിന്റെ വിചാരണയുടെ ഒരു സാഹചര്യം ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. അപ്പൊ പിന്നെ ചോദിക്കുന്നു, നിങ്ങൾക്ക് നന്മയും തിന്മയും ഒക്കെ തൂക്കുന്ന മീസാൻ തുലാസ് അവിടെ നിങ്ങൾ എത്തിയിട്ടില്ലേന്ന്? ഇല്ല, ഞങ്ങൾ അവിടെയും ഞങ്ങളെ ആ കൗണ്ടറിലും ഞങ്ങൾക്ക് പ്രശ്നം ഉണ്ടായിട്ടില്ല, ഞങ്ങളെ ഒന്നും തൂക്കിയിട്ടില്ല. അത് കഴിഞ്ഞ് പിന്നെ മലക്കളായപ്പോൾ നിങ്ങൾക്ക് പിന്നെ സിറാത്ത് പാലവും ഇതുപോലെ ഒരുപാട് മാഷറയിൽ നമ്മൾ കടന്നു ചൊല്ലേണ്ട ഓരോ കടമ്പകളെ കുറിച്ചും അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് ഞാൻ ഓർക്കുന്നത്. ഓരോ കടമ്പകളെ കുറിച്ചും അള്ളാഹുവിന്റെ മലക്കുകൾ ഈ മനുഷ്യനോട് ചോദിക്കും. അപ്പൊ അവര് പറയും, ഇല്ല, ഞങ്ങൾ അതൊന്നും കണ്ടിട്ടില്ല, ഞങ്ങൾക്ക് അതൊന്നും ഒരു പിടിയില്ല എന്നാണ്. അപ്പം അവർ ചോദിക്കും, ഞാൻ അള്ളാഹുവിനെ തന്നെയാണ് സത്യം, ഒരു കാര്യം ഞങ്ങൾ ചോദിച്ചോട്ടെ, നിങ്ങള് ഇത്രമാത്രം സ്ഥാനം ലഭിക്കാൻ അഥവാ വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു സാഹചര്യം, അത് മഅ്ശറയിലെ ഏറ്റവും വലുതാണ്. കാരണം നാളത്തെ ലോകം വിചാരണയുടെ ലോകമാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ വിചാരണയുടെ ലോകത്ത് വിചാരണയില്ലാതെ രക്ഷപ്പെടാൻ കഴിയുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ സ്ഥാനം തന്നെയാണ്, വലിയൊരു അനുഗ്രഹം തന്നെയാണ്. അപ്പൊ നിങ്ങൾ അതിന് പ്രാപ്തമാകുന്ന എന്തു നന്മയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്തത്, അതാണ് ഇവർക്കറിയേണ്ടത്. മലക്കുകൾ ചോദിക്കുക, നിങ്ങൾ ഇത്രമാത്രം മഹത്വവൽക്കരിക്കപ്പെടാൻ, നിങ്ങൾക്ക് ഇത്രയും സ്ഥാനം ലഭിക്കാനുള്ള കാരണം എന്താണ്? അവർ പറയും, ഞങ്ങൾ കൂടുതൽ നന്മകളൊന്നും ഞങ്ങളുടെ അക്കൗണ്ടിലില്ല. ഒന്ന്, ഞങ്ങൾ അള്ളാഹുവിൽ പങ്കുകാരെ ചേർത്തിട്ടില്ല, ഞങ്ങൾ എപ്പോഴും ആ തൗഹീദിൽ ഉറച്ചു നിന്നിട്ടുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന അള്ളാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ല എന്ന വിശ്വാസത്തിൽ ഞങ്ങൾ കറകളഞ്ഞ് അടിയുറച്ചു നിന്നിട്ടുണ്ട്. അതാണ് ഞങ്ങളുടെ ഒരു ക്വാളിറ്റി. ഞങ്ങളെ സ്വർഗത്തിലേക്ക് പോകാൻ ഇതാവും ഞങ്ങളുടെ കാരണം. പക്ഷെ അത് മാത്രമാണെങ്കിൽ ഒരുപാട് ആളുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വിശ്വസിക്കുന്ന, അത് പറയുന്ന, അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ധാരാളം ആളുകൾ, അവരൊക്കെ കയറി കൂടേണ്ടതായിരുന്നു. പക്ഷേ അവർക്കൊന്നും ഇല്ലാത്ത എന്തോ ഒന്ന് ഇവർക്കുണ്ട്. വീണ്ടും ചോദിക്കുന്നു, രണ്ടാമത്തെ കാര്യം ഏതാണ്? അപ്പൊ അവര് പറയും, ഞങ്ങൾ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്ന ആളുകളായിരുന്നു. എത്രയാണ് നമുക്കുള്ളത് അള്ളാഹുവിനെ അറിയൂ. എന്റെ മാർക്ക് കുറഞ്ഞു പോയി എന്നല്ല, എനിക്ക് ഇത്രയും മാർക്കേ അള്ളാഹുത്തല കണക്കാക്കിയിട്ടുള്ളൂ. ഇത് ചിന്തിക്കുന്ന ഒരാൾക്കൊരു ടെൻഷൻ അടിക്കാൻ സാഹചര്യമില്ലല്ലോ, അല്ലെ? ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക എന്നത് വലിയൊരു ക്വാളിറ്റിയാണ്. അപ്പോ ഈ ഒരു രൂപത്തിലേക്ക് ആത്മീയമായ വളർച്ച നമ്മൾ എത്തിക്കേണ്ടതുണ്ട്. ഒരുപാട് വിഷയങ്ങൾ ഇതുമായി സംബന്ധിച്ച് സംസാരിക്കേണ്ടതുണ്ട്, സമയത്തിനതായിരിക്കും ഞാൻ ഭയപ്പെടുകയാണ്. അപ്പോ ഫഖ്ർ നടിക്കാൻ ഇടവരുന്ന വസ്ത്രങ്ങളും ഭക്ഷണങ്ങളും താമസ സൗകര്യങ്ങളും ഒക്കെ കഴിവിന്റെ പരമാവധി മാറ്റി നിർത്തണം. മറ്റൊന്ന് ശരീരത്തിന്റെ ഇച്ഛകളെ നീ ഉപേക്ഷിക്കലാണെന്നാണ്. അത് നമ്മൾ തുടക്കത്തിലെ ആ വിഷയം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ശരീരം നമ്മെ തിന്മയിലേക്ക് എപ്പോഴും ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവാണ്. എപ്പോഴും നമുക്ക് തിന്മയിൽ ഒരു നല്ല കാര്യം ചെയ്യുകയാണെങ്കിൽ ആ നല്ല കാര്യത്തിനിടയിൽ ഒരു ബ്ലോക്ക് കൊണ്ടുവരും എന്തായാലും. അത് കൂടെയുള്ള ആരെങ്കിലും നമ്മളെ കൂടെ കൂട്ടി സംസാരിപ്പിക്കലാവാം, മറ്റുള്ളവരെ ഹൈബത്ത് പറയിപ്പിക്കലും നമീമത്ത് പറയിപ്പിക്കലും അതുപോലെയുള്ള ദുഷ്കർമ്മങ്ങളാവാം. അതല്ലെങ്കിൽ ഒരാള് കാഷ്യറാണ്, അവിടെ ക്യാഷ് വാങ്ങുന്ന ഒരു കടയിൽ ജോലിക്കാരനാണ്. അപ്പൊ ശൈത്വാൻ അവന്റെ മനസ്സിനെ ദഹിച്ച പണത്തോടുള്ള ഒരു ആസക്തി അവന്റെ മനസ്സിലേക്ക് വരുന്നു. അതിൽ നിന്ന് പണം അപഹരിക്കാൻ അവന്റെ മനസ്സ് വെമ്പൽ കൊള്ളുന്നു, അല്ലെങ്കിൽ അല്പ ദിവസങ്ങൾ കൊണ്ട് പാകപ്പെടുന്നു. ഇങ്ങനെ തുടങ്ങി പല രൂപത്തിൽ തെറ്റുകളിലേക്ക് വഴിമാറിപ്പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇതൊക്കെ നമ്മുടെ ശരീരത്തിന്റെ ഇച്ഛയാണ്, ശരീരത്തിന്റെ താല്പര്യങ്ങൾക്ക് നമ്മൾ വഴിപ്പെടൽ കൊണ്ടാണ്. ആ വഴിപ്പെടലിനെ ഉപേക്ഷിക്കൽ കൊണ്ടാണ് നീ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഒരാളുടെ അസൂയ ഉണ്ടാകൂല. മനസ്സ് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ
പാകപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരാളുടെ അസൂയ ഉണ്ടാവുമോ നമുക്ക്? എനിക്കിത് മതി. നമുക്ക് ഞാൻ പലപ്പോഴും പറയാറുള്ളത്, നമ്മളെ വീട്ടിൽ കറണ്ട് പോകുമ്പോ ഉണ്ടാകുന്ന വിഷമത്തെക്കാൾ കൂടുതലാണ് അപ്പുറത്തെ വീട്ടിൽ പ്രകാശിക്കുമ്പോ ലൈറ്റ് കത്തുമ്പോ അവിടെ പോയിട്ടില്ലല്ലോ ഇവിടെ പോയി എന്ന വിഷമം. ഇത് നമ്മുടെ ഇത് ഉണ്ടാവൂലേ? അപ്പോ എന്റെ മനസ്സിന്റെ ഇച്ഛകളെ ഞാൻ ഉപേക്ഷിച്ചാൽ ഒരിക്കലും ഞാൻ അപ്പുറത്തെ ജനലിലേക്ക് നോക്കുന്ന സാഹചര്യം തന്നെ ഉണ്ടാവൂല. ജനലിലൂടെ അപ്പുറത്തെ വീട്ടിൽ കറണ്ട് ഉണ്ടോ എന്ന് നോക്കുന്ന സാഹചര്യം പോലും ഉണ്ടാവൂല. മനസ്സിന്റെ താളപ്പിഴകൾ അത് ഒരു കുടുംബജീവിതത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. മനസ്സിനെ നിയന്ത്രിച്ചാൽ, അതുപോലെ തന്നെ ഇച്ഛകൾ, മനസ്സിന്റെ താല്പര്യങ്ങളോട് എതിര് പ്രവർത്തിക്കാനുള്ള ഒരു മനോഗതി നമുക്കുണ്ടായാൽ നമുക്ക് നമ്മൾ അറിയാത്ത രൂപത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. നീ വിശദീകരിച്ചു കൊണ്ടുപോകുന്നില്ല. വക്കന, നീ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക. എങ്ങനെയാണത്? ബി തർക്കിൽ മുസ്തഹ, നിന്റെ ദേഹിച്ചകളെ, മനസ്സിന്റെ ഇഷ്ടങ്ങളെ ഉപേക്ഷിക്കൽ കൊണ്ട്, വൽ ഫാഹിരി, ഫഹ്ർ നടിക്കുന്ന, അഹങ്കാരമുണ്ടാകുന്ന കാര്യങ്ങളെ ഉപേക്ഷിക്കൽ കൊണ്ടും, മിൻ മതഅമിൻ, ഭക്ഷണത്താൽ, മലാബിസിൻ, വസ്ത്രത്താൽ, മനാസിലൻ, താമസ വീട് തവളിലുള്ള താമസ സൗകര്യങ്ങളെക്കാൾ, ഇതിനേക്കാൾ കൂടുതൽ അതിനൊക്കെ നീ ഫഹ്ർ നടിക്കുന്നതിനെ ഉപേക്ഷിച്ചുകൊണ്ടും, അതുപോലെ തന്നെ ഇച്ഛകൾ ഉപേക്ഷിക്കൽ കൊണ്ടും നീ മനസ്സിനെ പാകപ്പെടുത്തുക. ഇഷ്ടം കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇതൊക്കെ ജീവിതത്തിൽ പകർത്താൻ തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. റഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.